ചിലപ്പോൾ ഡാനിഷ് ജെയ്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എന്താ രാമേന്ദ്ര പ്രശ്നം? എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. എന്താ സംഭവം പറ കേക്കട്ടെ. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. യു ആർ ദ ലക്കിയസ്റ്റ് വൈഫ്, ഇത്രയും ഭാഗ്യം ചെയ്ത വേറെ കുട്ടിയില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന മാത്രമാണോ അത് മാത്രമാണോ ഒരു ഹസ്ബൻഡിന്റെ ക്വാളിറ്റി? അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് എനിക്ക് തോന്നിയത് ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള വീഡിയോക്കകത്തുള്ള കമന്റ്സ് ആണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്റെ മൈൻഡ് അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. അല്ലാതെ ഉള്ള ഏട്ടന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നത് ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഏട്ടന് അത്രയ്ക്ക് അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഷോപ്പിലെ പ്രഷറാണോ, ഭയങ്കര മനസ്സ് സങ്കടത്തിലൊരു സന്തോഷ്, ഭയങ്കര മനസ്സിൽ ഷോപ്പൊക്കെ റണ്ണായി വരുന്നതിന്റെ ആണോ, ടയേർഡ്നെസിന്റെ ആണോ, എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും നമ്മളിന്ന് സംസാരിക്കാൻ ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് എന്റെ മണ്ടയ്ക്കാണ് വരുന്നത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിങ്ങൾ എന്താ കാണിക്കണേ? എന്റെ ഫീലിങ്സ് എനിക്ക് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നതോ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തല്ലേ. പക്ഷെ ഞാനിപ്പോ പേടിച്ചിട്ട് എന്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് എന്റെ മനസ്സിനുള്ളിൽ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇപ്പൊ ഞാൻ ഏട്ടന്റെ അടുത്ത് നിൽക്കുന്നതിനെ കാട്ടി കൂടുതൽ ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന എഫേർട്ടിനും അങ്ങോട്ട് ഏട്ടനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഒരു 10-1 ഏട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്കൊരാഗ്രഹം കാണത്തില്ലേ? ഏട്ടൻ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് എനിക്ക് ഒട്ടും അങ്ങോട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഗൈസ്, ഇത് കേട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എന്റെ വലിയൊരു ആഗ്രഹമാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എന്റെ ചേട്ടൻ എനിക്ക് പ്രാങ്ക് കൊടുക്കണം, ഒന്ന് ഞെട്ടിപ്പിക്കണം എന്തൊക്കെ. കാരണം ഏട്ടന് കൊടുക്കുന്ന പ്രാങ്കുകളൊന്നും ഏട്ടൻ ഏക്കാറേ ഇല്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെല്ലാം ആണ് ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.